ഇപ്പം യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ്. ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അത് ഏത് തരം ബന്ധമായാലും ശരി. എന്തിനാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാര് ഒരു സ്നേഹം ആഗ്രഹിക്കുന്നത്, ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത്? അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നീഡ് ഉണ്ട്. എല്ലാ മനുഷ്യനുള്ള നീഡ് തന്നെയാണ് അതല്ലേ? സേഫ്റ്റി, സെക്യൂരിറ്റി, ലവ്, ബിലോങ്ങിങ്സ് എന്നൊക്കെ പറയുന്നത്. ഈ നീഡ് ഫുൾഫിൽ ചെയ്യാത്ത ബന്ധങ്ങളെ പിന്നെ എങ്ങനെയാണ് കരുതി വെക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒന്ന് പറയാൻ ഒരാളെടുത്ത് വേണം, അത് കേൾക്കുമ്പം ആ കേട്ട രീതിയിൽ അത് പ്രതികരിക്കണം. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മനുഷ്യൻ അകന്നു പോകും തോറും ഈ ബന്ധങ്ങളും അകന്നു പോകും, അത് സ്വാഭാവികമാണ്. ഈ കാഞ്ചനമാലയുടെയും മൊയ്തീന്റെയും ഒക്കെ പ്രണയകഥ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്യുന്ന കഥ. അതൊരു ജീവിതകാലം മുഴുവൻ അവർ പ്രണയിച്ചിട്ടല്ലേ. അത് വളരെ അപൂർവമായിട്ടുള്ള ഒന്നാണ്. ഒരു സിനിമയിൽ ബാലേന്ദ്ര മേനോൻ പറയുന്നത് എല്ലാ ബന്ധങ്ങളും എല്ലാ കാലത്തും ഒരേപോലെ നിൽക്കണമെന്നില്ല, അങ്ങനെ ആഗ്രഹിക്കുകയും വേണമെന്നില്ല എന്നതാണ്. അതൊരു ശരിയല്ലേ? നമ്മുടെ സൈക്കോളജിയിലാണെങ്കിൽ എബ്രഹാം മാസ്ലോയുടെ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സ് ഉണ്ട്. ഇത് ഓരോന്നും എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനുള്ളത്. അതായത് ഫുഡ് പോലെ തന്നെ നമുക്ക് ജീവവായു പോലെ തന്നെ ഒന്നാണ് ലവ്. അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഓരോ മനുഷ്യനും ശ്രമിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ബന്ധങ്ങൾ ചിലപ്പോൾ സൗഹൃദങ്ങളാവട്ടെ, ഏത് തരം ബന്ധങ്ങളായാലും വിട്ടു പോകുമ്പോൾ നമ്മൾ അതിൽ വല്ലാണ്ട് ഉത്കണ്ഠപ്പെട്ടിട്ടോ വേദനിച്ചിട്ടോ കാര്യമില്ല. വിട്ടുപോകുന്നതിനൊരു കാരണമുണ്ട്, അത് വേണ്ടാതാവുന്നതിനൊരു കാരണമുണ്ട്. ആ കാരണത്തിൽ ഏറ്റവും പ്രധാനം ഓരോരുത്തരുടെയും വളരെ പേഴ്സണൽ ആയിട്ടുള്ള നീഡ് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനോ ഒരു സൗഹൃദത്തിന്, ഒരു ബന്ധത്തിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലേ?